നമ്മളിതുവരെ കുടിച്ചിട്ടുള്ളതിൽ വെച്ച് നല്ലൊരു ചായപ്പൊടി നല്ലൊരു ചായയായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് ഈ ലക്കി കൂപ്പണൊക്കെ കിട്ടുന്നത് കാരണം നമുക്ക് മേടിക്കാനും അത് സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്ത് നോക്കാനും ഒക്കെ ഒരു സന്തോഷം. നല്ലൊരു ചായയായിരുന്നു. ബോച്ചോ ടീയുടെ ഓരോ ഫ്രാഞ്ചൈസികളുടെ ഉദ്ഘാടനം നേരിട്ടെത്തി നിർവഹിക്കുകയാണ് ഗോപി ചെമ്മണ്ണൂർ. ഫ്രാഞ്ചൈസികളുടെ ഉദ്ഘാടനം ഓരോ നാടിൻ്റെയും ആഘോഷമാക്കി മാറ്റുകയാണ് ബോച്ചോ ടീയുടെ ഓരോ നാട്ടിലെയും ആരാധകരും. പ്രസംഗം ഇവിടെ ആദ്യ പ്രസംഗമാണ്. അതുകൊണ്ട് കാരണം പല സ്ഥലത്തും 50,000 മുതൽ 2 ലക്ഷം രൂപ വരെ ഒരു മാസം വരുമാനമുണ്ട് ഈ കോച്ചെ ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ. കാരണം ഇതിന് വലിയ ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോംബുണ്ട്, പാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു കൂപ്പൺ ഉണ്ട്. ദിവസവും രാത്രി 10:30 നറുക്കെടുപ്പിലൂടെ എത്രയോ പേർക്ക് ലക്ഷക്കണക്കിന് രൂപ ദിവസം കിട്ടുന്നുണ്ട്. ഇപ്പൊ അടുത്ത ആഴ്ച മുതൽ കാറ്, 10 ഐഫോൺ, ഫ്ലാറ്റ്, ഇങ്ങനെ പല സമ്മാനങ്ങളാണ് മാറി വരുന്നത്. അതുകൊണ്ട് 40 രൂപയ്ക്ക് നല്ലൊരു ചായയും, ഒരു ചായയല്ല, ഒരു പാക്കറ്റ് ചായപ്പൊടിയും കൂടാതെ വലിയൊരു ഞാനിപ്പോൾ ഒരു 22 കോടി രൂപയോളം ഈ 3 മാസത്തിനുള്ളിൽ സമ്മാനമായി നൽകി കഴിഞ്ഞു. ഒരു 9 ലക്ഷം പേർക്ക്, 9 ലക്ഷം പേർക്ക് സമ്മാനം നൽകി കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും പറയും ഇതിനെ വിൽക്കാൻ ബുദ്ധിമുട്ടില്ല, നമ്മൾ പരസ്യം ചെയ്യണ്ട, അങ്ങോട്ട് പോകണ്ട. നമ്മുടെ വീടിൻ്റെ മുമ്പിലും കടയുടെ മുമ്പിലൊക്കെ രാവിലെ തന്നെ ആൾക്കാർ വന്ന് നിൽക്കുകയാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒറ്റ കാര്യം ചെയ്യുന്നുള്ളൂ. ചിലവരൊക്കെ ചെയ്യുന്നത് ഇത് അറിയണം അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ചിലവർ ഒരു 5,000-10,000 നോട്ടീസ് അനുസരിച്ച് ഇതിൻ്റെ ഒരു ഇത്രയും കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളിലും കടകളിലും ഒരു പ്രാവശ്യം കൊടുത്താൽ അറിയും. ബോച്ചോ ടീ നല്ലതാണ്. നമുക്ക് ആ ചായ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി കൂടാതെ തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സമ്മാനത്തിൻ്റെ ഒരു സന്തോഷവും കൂടെയുണ്ട്. അത് രണ്ടും കൂടെ ആകുമ്പോൾ ഇരട്ടി മധുരമാണത് ബോച്ചോ ടീക്കുള്ളത്. ബോച്ചോ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസ്ട്രോങ് ആയ ഒരു ടീയാണ്. അദ്ദേഹത്തെ പോലെ തന്നെ സ്ട്രോങ് ടീയാണ് നമുക്ക് കൊടുക്കുന്നത്. അത് ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലേക്ക് അതിന് ഒരുപാട് പ്രയോജനം ചെയ്തുകൊണ്ടുള്ള ഒരു ടീയാണ്. അതിലൊരു ഒളിച്ചിരിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് 10 ലക്ഷം 25 കോടിയുടെ ബമ്പർ സമ്മാനങ്ങൾ വരെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. ഇത്രയും നല്ലൊരു വ്യക്തിത്വം, ഇത്രയും സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് വിൽക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ആദ്യമാണ്, ലോകത്തിൽ തന്നെ ആദ്യമായി. ബോച്ചോ ടീ ഞങ്ങൾ മേടിച്ച് കുടിച്ചു. സൂപ്പർ ചായയാണ്, ഒരു ധൈര്യമായിട്ട് മേടിക്കാം. ഞാനത് വളരെ ആകാംക്ഷയോടെ മേടിച്ചാണ്. അപ്പോൾ തേയില ഈ സമ്മാനമെല്ലാം പ്രാവശ്യം ഞാനൊന്ന് കുടിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റുള്ള ചായ, ധൈര്യമായിട്ട് മേടിക്കാം. കൂടെ എൻ്റെ കൂടെ ഒരു കൂപ്പൺ കൂടെ കിട്ടുന്നുണ്ട്. ആ കൂപ്പൺ നമുക്ക് മൊബൈലിൽ കൂടെ നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൈസ് 10 ലക്ഷം രൂപ ഡെയിലി ഉണ്ട്. അപ്പം ഓരോ ദിവസവും ചായപ്പൊടി കൂട്ടിച്ചിട്ട് വൈകുന്നേരം 10:30 ആകുമ്പോൾ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. നല്ല കലാകാരനാണ്. ഞാൻ വയനാട് 1-ാം തീയതി സ്വന്തമായിട്ട് തയ്ച്ച കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു, നയലടിക്കായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു എന്റെ നയലൊക്കെ അല്ല അണ്ടർവേർഡിലാണെന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് 3 ജോഡി ഡ്രസ്സ് തരാന്ന് പറഞ്ഞു. അങ്ങനെ സാറിന്റെ വീട്ടിൽ വിളിച്ച് 3 ജോഡി ഒറിജിനൽ സാർ ഉപയോഗിക്കുന്ന ഡ്രസ്സ് തന്നു. ആ ഡ്രസ്സാണിത്. ഇതിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു പവറുണ്ട് സാറിനെ പോലെ. ഫംഗ്ഷനില് പുള്ളി സ്റ്റേജിൽ എന്തോ അവതരിപ്പിക്കുകയാണ്, എന്റെ ഗ്രൂപ്പ് എന്തൊക്കെ അവതരിപ്പിക്കുകയാണ്. ഞാനത് കഴിഞ്ഞപ്പോ പറഞ്ഞ എല്ലാം നന്നായി, ഒരു കാര്യം മാത്രം എന്റെ അതേപോലെ ആയിട്ടില്ല. എന്താന്ന് വെച്ചപ്പോ അണ്ടർഗ്രൗണ്ട് കാണുന്നുണ്ടായിരുന്നോ, കാരണം അടിയിൽ ഇട്ടിട്ടില്ല എന്ന് വെച്ചപ്പോ ഇട്ടിട്ടുണ്ട്. അത് ഒറ്റ കൊണ്ടാണ്, നമ്മൾ ഡബിളാണ്. ഞാൻ പറഞ്ഞു ഡബിൾ ആക്കേണ്ട, അടിയിൽ ട്രിപ്പിൾ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. അതും ആൾക്കൊരു നിർബന്ധം, ഞാൻ ഉപയോഗിച്ച വിസർപ്പിന്റെ മണമുള്ള ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അത് ശരിയല്ല. എന്തായാലും അടിപൊളിയായിട്ട് എത്തുന്നുണ്ട്. പല സ്ഥലത്തും